قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ولا تكونوا كالتي نقضت عزلها من بعد قوة أنكاثا تتخذون أيمانكم دخلا بينكم أن تكون أمة هي أربابا من أمة إنما يبلوكم الله به وَلَيُبَيِّنَنَّ لَكُمْ يَوْمَ الْقِيَامَةِ مَا كُنْتُمْ فِيهِ تَخْتَلِفُونَ صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരീ സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുള്ളത് ലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും രാഷ്ട്രീയ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും അവസാനം കാമിലായ ഈമാനോടുകൂടി ഈ ലോകത്തു നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ-റഹീമീനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, പരിശുദ്ധ റമദാൻ നമ്മളുമായി വേർപെട്ട് കഴിഞ്ഞു. വളരെ സന്തോഷത്തോടുകൂടി ഗസയെക്കുറിച്ചുള്ള വിങ്ങലുകൾ ഉള്ളതോടൊപ്പം തന്നെ പെരുന്നാൾ എന്നുള്ള നിലക്ക് സന്തോഷത്തോടുകൂടി നമ്മളെല്ലാവരും ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയും ചെയ്തു. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മൾ ഒരുപാട് നമസ്കരിച്ചു, നമ്മൾ ഒരുപാട് നോമ്പെടുത്തു, നമ്മൾ ഇഅ്തികാഫ് ഇരുന്നു, ഒത്തിരി പ്രാർത്ഥനകൾ നടത്തി, ധാരാളമായി അള്ളാഹുവിനെ സ്മരിച്ചു, ഖുർആൻ വായിച്ചു, അതുപോലെ തന്നെ ഒത്തിരി സ്വതക്കകളും സക്കാത്തുകളുമൊക്കെ നമ്മൾ നിർവഹിച്ചു. അങ്ങനെ പ്രത്യക്ഷത്തിൽ ധാരാളം നന്മകളുടെ ഒരു വലിയ കോംപ്ലക്സ്, ഒരു വലിയ സമുച്ചയം തന്നെയാണ് നമ്മൾ ഈ കഴിഞ്ഞ ഒരു മാസം തീർത്തത്. അതോടൊപ്പം തന്നെ ഇതൊക്കെ നമ്മൾ ചെയ്തത് കഠിനമായ വെയിലിൻ്റെ, കൊടും വെയിലിൻ്റെ, കരുണ പറ്റിയ ചൂടിൻ്റെ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിതെല്ലാം ചെയ്തത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന താപനില കാണിക്കുന്ന ദിവസങ്ങളിലാണ് നമ്മൾ ഈ വല്ലാണ്ട് പ്രയാസപ്പെട്ട് നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളുമൊക്കെ ഈ നോമ്പെടുത്തത്. വലിയ പ്രയാസമാണ് നമ്മൾ അനുഭവിച്ചത്. ദാഹവും വിശപ്പും കൊണ്ട് സാധാരണതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പെട്ടാണ് 10-29 ദിവസം നമ്മൾ വ്രതമനുഷ്ഠിച്ചത്. അതിനിടയിലാണ് നമ്മളിതൊക്കെ ചെയ്തത്. എന്ന് പറഞ്ഞാൽ സാധാരണത്തേതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി മൂല്യമുണ്ട്, വർദ്ധിത മൂല്യമുണ്ട് ഈ പ്രാവശ്യത്തെ നോമ്പിന് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മെ വലയം ചെയ്ത് ഒരു ആത്മീയമായ ഒരു വലയം നമ്മുടെ മേലുണ്ടായിരുന്നു. അഥവാ 10-29 ദിവസം നമ്മൾ ഒരു സ്പിരിച്വൽ റീജനിലായിരുന്നു ഉണ്ടായിരുന്നത്, ആത്മീയമായ ഒരു മണ്ഡലത്തിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. പട്ടിണി അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നോമ്പാണ് എന്ന ബോധം ഉണ്ടായിരുന്നു. ഈ നോമ്പാണെന്നുള്ള ബോധം അക്ഷരാർത്ഥത്തിൽ നമ്മളിൽ ഒരു തഖ്വാബോധം സൃഷ്ടിച്ചിരുന്നു. അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ബോധമുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരുപാട് നിയന്ത്രണങ്ങൾ വരുത്തി. നമുക്കെല്ലാവർക്കും അറിയാം, സാധാരണ നമ്മൾ പറയാറുള്ള പലതും നമ്മൾ പറഞ്ഞിട്ടില്ല. ഒരുപാട് തിന്മകളിൽ നിന്ന് നമ്മൾ സ്വയം തന്നെ, ആരുടെയും നിർബന്ധമില്ലാതെ തന്നെ സ്വയം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മാറിയൊന്നില്ലേ. തെറ്റായ വർത്തമാനങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല, തെറ്റായ പ്രവൃത്തികൾ നമ്മൾ പലതും ചെയ്തിട്ടില്ല. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്തു. കാരണം ഒരു പ്രത്യേകമായ ഒരു സ്പിരിച്വൽ റീജിയനിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. അതാണ് അതിനെ നമ്മെ പ്രേരിപ്പിച്ചത്. ഇനിയിപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ
ബഹളമയമായ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു നടക്കുകയാണ്. ഒരു വശത്ത് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്, മറുവശത്ത് നമ്മൾ സാധാരണയിൽ നമ്മൾ കാണാറുള്ള എല്ലാ ബഹളമയമായ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ തിരിച്ചു നടക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നേടിയെടുത്ത ഈ പുണ്യങ്ങൾ നഷ്ടപ്പെടാതെ നോക്കണം. ഒന്നാമത്തെ കാര്യം അതാണ്. നമ്മൾ ഈ നോമ്പെടുത്തു എന്നതിനേക്കാൾ എൻ്റെ സഹോദരി സഹോദരന്മാരോട് പറയാനുള്ളത്, എൻ്റെ ശബ്ദം കേൾക്കുന്ന ആളുകളോട് പറയാനുള്ളത്, നമ്മൾ ഈ നോമ്പെടുത്തു എന്നതിനേക്കാൾ വളരെ റിസ്ക്കുള്ളൊരു സംഗതിയാണ്, നോമ്പെടുത്തതിനേക്കാൾ റിസ്ക്കുള്ളൊരു സംഗതിയാണ് ഈ നോമ്പിലൂടെ നമ്മൾ നേടിയെടുത്ത പുണ്യങ്ങൾ നാളെ നമ്മുടെ ഖബറിലെത്തിക്കുക എന്ന് പറയുന്നത്. ഇത് നോമ്പെടുത്തതിനേക്കാൾ കൂടുതൽ റിസ്ക്കുള്ള സംഗതിയാണ്. കാരണം ഇത് ഏത് നിമിഷവും നമ്മുടെ കയ്യിൽ നിന്ന് കൈമോശം വന്നു പോകാനുള്ള, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയിട്ട് മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവാനുള്ള ധാരാളം സാധ്യതകളുണ്ട്. അതുകൊണ്ട് നമ്മൾ വല്ലാണ്ട് ഗൗരവമായി കാണണം. നമ്മൾ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു ഭീതി അതാവണം. കാരണം ചെയ്തത് ബാക്കിയുള്ളവരുടെ അക്കൗണ്ടിലേക്ക് കയറിപ്പോയാൽ പിന്നെ നമ്മളെന്തിനാ ഇത് ചെയ്തത് എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതില്ലേ? ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഒരു വചനമുണ്ട്, ധാരാളമായി നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഒരു ബാങ്ക്രപ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അഥവാ എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല, വ്യക്തികളെക്കുറിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ആ തദ്റൂന മാൽ മുഫ്ലിസ്, അത്തരത്തിലുള്ള ഒരു മുഫ്ലിസിനെ കുറിച്ച്, മുഖ്ലിസിനെ കുറിച്ചല്ല, മുഫ്ലിസിനെ കുറിച്ച് നിങ്ങൾക്കറിയുമോ എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നു, കാലു അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദിർഹമ ലഹു വലാ മതാഉൻ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ലാത്തവൻ, പരമദരിദ്രൻ എന്ന് പറയുന്നത് ദിനാറും ദിർഹമും ഇല്ലാത്ത ആളുകളാണ്. പണമില്ലാത്തവൻ, അവനാണ് ദരിദ്രൻ. അപ്പൊ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി മൻ യഅതി യൗമൽ ഖിയാമത്തി ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ വയഅതി വഖദ് ശതമ ഹാദാ വഖദഫ ഹാദാ വഅക്ല മാല ഹാദാ വഖസഫ ഖദമ ഹാദാ വളറബ ഹാദാ ഫയുഅത ഹാദാ മിൻ ഹസനാതിഹി ഫഇൻ ഫനിയത് ഹസനാതുഹു ഖബ്ല യുഖ്ലമ അലൈഹി ഉഖിദ മിൻ ഖതായഹും ഫതുരിഹത് അലൈഹി തുമ്മ തുരിഹ ഫിന്നാർ. അല്പം ദീർഘമായ ഒരു ഹദീസാണിത്, വളരെ ശ്രദ്ധേയമായ ഒരു ഹദീസാണ്, നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു നബിവചനമാണ്. എൻ്റെ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ദരിദ്രർ, മുഫ്ലിസ് എന്ന് പറയുന്നത്, പാപ്പരായ ആൾ എന്ന് പറയുന്നത് ഇവരാണ്. ആരാ? നാളെ കുറേ ആളുകൾ പരലോകത്ത് വരും. അവർ വന്നത് എങ്ങനെയാണ്? നമസ്കാരം, നോമ്പ്, സക്കാത്ത് ഒക്കെ ആയിട്ടാണ്, വലിയ പുണ്യങ്ങളായിട്ടാണ് അവരവിടെ വരിക. ആ പുണ്യങ്ങളൊക്കെ വാരിപ്പിടിച്ചുകൊണ്ട് അവിടെ വരുമ്പോൾ വേറെ കുറേ ആളുകൾ വരും. അവർ വന്നിട്ട് പറയുന്നത്, ഈ നിസ്കാരം, നോമ്പ്, പിന്നെ നന്മകളൊക്കെ ആയിട്ട് വന്ന ആളുകളെ ചൂണ്ടിയിട്ട് പറയും, അയാൾ എന്നെ അടിച്ചു, അയാൾ എൻ്റെ അതിര് തോണ്ടി, അയാൾ എൻ്റെ അഭിമാനം ക്ഷതപ്പെടുത്തി, അയാൾ എൻ്റെ രക്തം ചിന്തി എന്നൊക്കെയുള്ള ഒരു കുറേ ആരോപണങ്ങളുമായിട്ടാണ് ഇവർ അവിടെ വരിക. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അങ്ങനെ ഈ നിസ്കാരം, നോമ്പും സക്കാത്തും ഒക്കെ ആയിട്ട് വന്ന ആളുകളുടെ നന്മകൾ മുഴുവൻ ഈ ആരോപണം ഉന്നയിച്ച ആളുകൾക്ക് കൊടുക്കും. അങ്ങനെ ഇവരുടെ നന്മകൾ തീർന്നു കഴിയുമ്പോൾ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ അടിച്ചു, ഞങ്ങളെ കൊന്നു എന്നൊക്കെ പറഞ്ഞ ആളുകളുടെ തിന്മകൾ എടുത്ത് ഇവർക്ക് കൊടുക്കും. അപ്പൊ ഇവരുടെ തിന്മകൾ, നന്മകളുമായി വന്ന ആളുകളുടെ തിന്മകൾ വല്ലാണ്ട് വർദ്ധിക്കും. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, സുമ്മ തുരിഹ ഫിന്നാർ, അവരെ നരകത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിച്ചെറിയാൻ ആജ്ഞാപിക്കുമെന്ന് പറയുമ്പോൾ എത്രമാത്രം ദുര്യോഗമാണ്, എത്രമാത്രം നിസ്സഹായരായിരിക്കും നമ്മൾ അവിടെ. അതാ ഞാൻ പറഞ്ഞത്, നന്മകൾ ചെയ്യുക എന്നതൊരു റിസ്ക്കാണ്, പക്ഷേ അതിനേക്കാൾ വലിയ റിസ്ക്കാണ് ഈ നന്മകൾ നമ്മെ അടക്കം ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഖബറിലെത്തിക്കുക എന്ന് പറയുന്നത്. ആ നന്മകൾ ചെയ്യുന്നതിനേക്കാൾ വലിയ റിസ്ക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് ചെയ്ത നന്മകൾ വളരെ കഷ്ടപ്പെട്ടാണല്ലോ, ഈ ചൂടുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്, ഈ പൊരി വെയിലത്താണ് നമ്മളിതെല്ലാം ചെയ്തത്.
ഇതൊക്കെ ചെയ്ത് വല്ലാത്ത ആത്മസംയമനം നമ്മൾ പാലിച്ചു. നമ്മുടെ സാധാരണഗതിയിലുള്ള സ്വഭാവങ്ങളൊന്നും നമ്മൾ പുറത്തെടുത്തിട്ടില്ല. അതൊക്കെ നമ്മൾ ഹൈഡ് ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് നന്മകൾ ഹൈലൈറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്തത്. എന്നിട്ട് ഇതൊക്കെ ഈ വഴിയോരത്ത് നടന്നു പോകുമ്പോൾ വഴിയിലൂടെ ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരിലേക്ക് പോവുകയാണെങ്കിൽ അത് വലിയ കഷ്ടമായ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന അർത്ഥത്തിൽ അത് നഷ്ടപ്പെടാതെ നോക്കലാണ് ഒന്നാമത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതൊരു വലിയ റിസ്ക്കാണ്. രണ്ടാമത്തെ കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ ബഹളമയമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോവുകയാണ്. ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് തഖ്വാബോധം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന അങ്ങനെയാണ്. തൗബയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളത് സൂചിപ്പിച്ചതാണ്. നമ്മളിപ്പോൾ തൗബ ചെയ്യും, കഴിഞ്ഞുപോയ ഒരു കൊല്ലത്തെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കും, തൗബ ചെയ്യും. എന്നിട്ട് റമദാൻ കഴിഞ്ഞ് ചൊവ്വാല് കഴിഞ്ഞ് അങ്ങോട്ട് നമ്മൾ ഏതൊന്നിനെ കുറിച്ചാണോ അള്ളാഹുവിനോട് നമ്മൾ മാപ്പപേക്ഷിച്ചത്, ഏതൊന്ന് പുറത്തു തരണമെന്നാണോ അള്ളാഹുവിനോട് നമ്മൾ കരഞ്ഞുകൊണ്ട് അഭ്യർത്ഥിച്ചത്, അതേ പണി പിന്നെയും നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിന്നെ എന്ത് തൗബയാണ് ചെയ്തത് എന്ന് നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞിരുന്നു. നമ്മൾ അതുപോലെ ആകരുത്. പശ്ചാത്താപം അള്ളാഹ് പുറത്തു തരും, യാതൊരു സംശയമില്ല കാര്യത്തിൽ. അള്ളാഹു കാരുണ്യവാനാണ്. പക്ഷേ നമ്മൾ വീണ്ടും തിരിഞ്ഞ് അങ്ങോട്ട് തന്നെ നടക്കുകയാണെങ്കിൽ പശ്ചാത്താപം കാപട്യമായിരുന്നു എന്നാണ് അതിനർത്ഥം. അത് നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മൾ ഫത്തഖുല്ലാഹ മസ്തതഅ്തും ജീവിതത്തിൽ പരമാവധി സൂക്ഷ്മത പാലിക്കുക. പരമാവധി സൂക്ഷ്മത പാലിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. 100% ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കുക എന്ന് പറയുന്നത് സാധ്യമേ അല്ല. അത് നമ്മളെല്ലാവരും അംഗീകരിച്ചേ മതിയാകൂ. അങ്ങനെ ഒരു കൺസെപ്റ്റ്, ആ രൂപത്തിലുള്ളൊരു കോൺസെപ്റ്റ് ഒന്നും എവിടെ ഇല്ല, ഇസ്ലാമിലില്ല. ഒരു തെറ്റും ചെയ്യാതെ എപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് സാധ്യമേ അല്ല. പക്ഷേ തെറ്റ് കാണിക്കുമ്പോൾ നമ്മൾ വ്യാമോഹത്തിനടിപ്പെടാതെ നമ്മൾ നോക്കണം. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അല്ലാഹ് പുറത്തു വരും എന്ന ഒരു എന്താ പറയുക, ഒരു ലാഘവ സമീപനം നമുക്കുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് പരമാവധി തഖ്വ പാലിക്കുക. എന്നാലും വീഴ്ചകൾ വരും. ആ വീഴ്ചകൾ വരുമ്പോൾ നമുക്ക് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയാൽ അള്ളാഹ് പുറത്തും തരും, അതും സംഭവിക്കും. പക്ഷെ നമ്മൾ അള്ളാഹുവിനെ പറ്റിക്കുന്നവരായി നമ്മൾ മാറരുത്. തെറ്റാണെന്ന് നമുക്കറിയാം, ഇതല്ല ഇഷ്ടപ്പെടാത്തതാണെന്ന് നമുക്കറിയാം. എന്നിട്ടും പിന്നെ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുക, അടുത്ത റമദാനിൽ പശ്ചാത്തപിച്ച് പൊറപ്പിച്ചെടുക്കാം എന്ന ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ ജീവിച്ചു മുന്നോട്ട് പോകരുത്. നമ്മൾ ഈ റമദാനിൽ തഖ്വ പാലിച്ചല്ലോ, ഒരുപാട് തഖ്വ നമ്മൾ റമദാനിൽ പാലിച്ച് ഒരു സവിശേഷമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിച്ചത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പ്രത്യേകമായ, ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്പിരിച്വൽ റീജിയനിലാണ് നമ്മൾ ജീവിച്ചത്, മുന്നോട്ട് പോയത്. പല രാത്രികളും സജീവമായിരുന്നു. നമ്മളെല്ലാവരും ഉറങ്ങിയത് വളരെ വൈകിയാണ്. ആരാധനകളും അനുഷ്ഠാനങ്ങളുമായി, ഖുർആൻ പാരായണങ്ങളുമായി, ദിക്റുകളുമായി, പ്രാർത്ഥനകളുമായി നമ്മൾ കഴിഞ്ഞുകൂടി. അപ്പൊ സൂക്ഷിക്കാൻ നമുക്കറിയാമായിരുന്നു. പറഞ്ഞല്ലോ, പലതും പറഞ്ഞില്ല നമ്മൾ, പലതും ചെയ്തില്ല നമ്മൾ. പക്ഷെ ഈ റമദാൻ കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഈ അതിരും കോലും ഒന്നും നോക്കാതെ നമ്മുടെ ഇഷ്ടം പോലെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതിനർത്ഥം എന്താണ്? നമ്മൾ ആരെയാണ് പേടിച്ചത്? നമ്മൾ പടച്ചോനല്ല പേടിച്ചത്, നമ്മൾ റമദാനിനെയാണ് ഭയപ്പെട്ടത്. നമ്മൾ ഭയപ്പെട്ടത്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട 2 കാര്യങ്ങളുണ്ട്. അതിലൊരു പ്രധാന കാര്യമായി പറഞ്ഞത്. അഥവാ നമ്മൾ ആരെയാണ്, റമദാനിന് ശേഷം നമ്മൾ തഖ്വ പാലിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം എന്താണ്? റമദാനിൽ നമ്മൾ തഖ്വ പാലിച്ചു. ആരാധനകൾ റമദാനിലെ പോലെ എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ അതല്ല പറയുന്നത്. ഇപ്പൊ റമദാനിലെ പോലെ നമുക്ക് എപ്പോഴും ആവാൻ പറ്റുമോ? റമദാനിൽ ഒരുപക്ഷെ നമ്മൾ ഈ 30 ദിവസവും കൃത്യമായി ജമാഅത്തിൽ പങ്കെടുത്ത്, അതും കൃത്യമായി പള്ളിയിൽ അറ്റൻഡായി, അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഖുർആൻ പാരായണങ്ങളൊക്കെ സാധാരണയിൽ കവിഞ്ഞ് ചെയ്തിട്ടുണ്ട്. നമസ്കാരങ്ങളെല്ലാം സാധാരണയിൽ കവിഞ്ഞ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാസങ്ങളിൽ ആവാൻ പറ്റില്ല. ആവണമെന്ന് ആവശ്യപ്പെടുന്നതിനും അർത്ഥമില്ല. അതാവാൻ പറ്റില്ല. അത് അപരാധമൊന്നുമല്ല. കാരണം ദൈനംദിന പല പരിപാടികളും നമ്മൾ ഒതുക്കി വെച്ചിരുന്നു ഈ റമദാനിൽ.
ബിസിനസ് ആണെങ്കിലും മറ്റെന്ത് പരിപാടികളാണെങ്കിലും പലതും നമ്മൾ കട്ട് ചെയ്തിരുന്നു. അതൊക്കെ നമ്മൾ ഷോർട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തത്. ഇനി അതേപോലെ ആ ഒരു ഫുൾ സ്ട്രിങ്ങിൽ നമുക്ക് ഈ ശവ്വാൽ മുതൽ ഇനി അടുത്ത ശഅബാൻ വരെ ആവാൻ പറ്റില്ല. പറ്റണമെന്ന് ആവശ്യപ്പെടുന്നതിലും അർത്ഥമില്ല. അതിനെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. നടക്കാത്ത കാര്യം നമ്മൾ ജീവിതത്തിൻ്റെ സങ്കീർണമായ തൊഴിൽ മേഖലകളും ബിസിനസ്സും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളോട് റമദാനിലെ പോലെ തന്നെ നിങ്ങൾ എപ്പോഴും ബാക്കി 11 മാസം ആകണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നടപടിയാകാത്ത കാര്യം ആളുകളോട് ആവശ്യപ്പെട്ട് അവരെ അവതാളത്തിലാക്കേണ്ട കാര്യമില്ലല്ലോ, അവരെ വെറുതെ കൺഫ്യൂഷൻ ആക്കേണ്ട കാര്യമില്ല. പക്ഷേ എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ് തഖ്വ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ നോക്കുക എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ, അള്ളാഹുവിൻ്റെ ഹുദൂദുകൾ, അള്ളാഹുവിൻ്റെ അതിരടയാളങ്ങൾ അതിക്രമിച്ച് വയലേറ്റ് ചെയ്യാതെ ജീവിക്കുക എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് സാധിക്കേണ്ട കാര്യമാണ്. അപ്പം നമ്മൾ റമദാനിൽ അത് ചെയ്തെങ്കിൽ, റമദാൻ അല്ലാത്തപ്പോഴും നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഇതിനർത്ഥം എന്താണ്? റമദാനിൽ നമ്മൾ ആരെ പേടിച്ചത്? റമദാനിൽ നമ്മൾ പേടിച്ചത് റമദാനിനെയാണോ അതോ റമദാനിൻ്റെ നാഥനായ റബ്ബിനെയാണോ? റബ്ബിനെയാണ് നമ്മൾ ഭയപ്പെട്ടതെങ്കിൽ അതേ റബ്ബ് തന്നെയാണ് ശവ്വാലിലുള്ളത്, അതേ റബ്ബ് തന്നെയാണ് ദുൽഖഅദയിലുമുള്ളത്, ദുൽഹജ്ജിലുമുള്ളത്, അതേ റബ്ബ് തന്നെയാണ് മുഹറത്തിലുമുള്ളത്, സഫറിലുമുള്ളത്. അപ്പം നമ്മൾ പേടിച്ചത് റമദാനിനെയാണ് എന്ന് വരില്ലേ? റമദാനിൽ മാത്രം നമ്മൾ ഈ സൂക്ഷ്മത പാലിക്കുക, റമദാൻ അല്ലാത്തപ്പോൾ ഈ സൂക്ഷ്മത പാലിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഭയപ്പെടുന്നത് ആരെയാണ്? റമദാനിനെയാണ്, അല്ലാതെ റമദാനിൻ്റെ നാഥനെയല്ല. നമ്മൾ ഭയപ്പെടേണ്ടതേ ആരെയാണ്? അക്ഷരാർത്ഥത്തിൽ റമദാനിൻ്റെ നാഥനെയാണ്, റമദാനിനെ അല്ല. റമദാൻ ആ നാഥൻ കൽപ്പിച്ചതാണ്, റമദാൻ കൊണ്ടുവന്ന ആ നാഥനാണ്. അതുകൊണ്ട് നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം, നമ്മൾ ഈ റമദാനിന് ശേഷം ഈ നിയമങ്ങൾ വയലേറ്റ് ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ ഇതിനർത്ഥം എന്താണ്? ഇതിന് മറ്റൊരർത്ഥം ഉണ്ടല്ലോ. റമദാനിൽ പിന്നെ നമ്മളെന്താ നേടിയത്? റമദാനിൽ എന്ത് നേടുമെന്ന് നമ്മൾ മനസ്സിലാക്കിയത്? നമ്മളോട് വയലു പറഞ്ഞവരൊക്കെ റമദാനിൽ എന്ത് നേടുമെന്നാണ് പറഞ്ഞത്? 30 ദിവസത്തെ നോമ്പിലൂടെ നമ്മൾ എന്ത് ആർജിക്കുമെന്നാണ് നമ്മൾ അവകാശപ്പെട്ടത്? നമ്മൾ ആഗ്രഹിച്ചത് എന്താണ്? തഖ്വയും സബറും. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആരാധനകളെ ഇവിടെ ചടങ്ങ് പോലെ നമ്മൾ ചെയ്യരുത്. ആരാധനകളും അനുഷ്ഠാന കർമ്മങ്ങളും നമ്മൾ ആവർത്തിച്ച് ഈ മിമ്പറിൽ നിന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇസ്ലാമിലെ ആരാധന അനുഷ്ഠാന കർമ്മങ്ങൾ അഥവാ ഇസ്ലാമിലെ റിച്വൽസ്, വെർച്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ മൂല്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിലെ റിച്വൽസ് അഥവാ ആരാധനാ കർമ്മങ്ങൾ ഉള്ളത്. അപ്പം അതുകൊണ്ട് നമ്മൾ ആരാധനാ കർമ്മങ്ങളെ വളരെ ബോധപൂർവം സമീപിക്കണം. അല്ലാതെ ഒരു കർമ്മം നമ്മളത് ചെയ്യുന്നു എന്ന കോലത്തിലാകരുത്. യാഥാർത്ഥ്യ ബോധത്തോടു കൂടി അനുഷ്ഠാന കർമ്മങ്ങളെ നമ്മൾ സമീപിക്കണം. അത് നോമ്പായാലും, അത് സക്കാത്തായാലും, അത് ഹജ്ജായാലും, അത് നമസ്കാരമായാലും അങ്ങനെ സമീപിക്കണം. അങ്ങനെ സമീപിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നോമ്പിൽ എന്തുണ്ടാകുന്ന പറഞ്ഞത്? 30 ദിവസം നമ്മൾ പട്ടിണിക്ക് കിടക്കുമ്പോൾ നമ്മെ തന്നെ നമ്മുടെ പരിധിയിലാക്കാൻ നമുക്ക് സാധിക്കും. ആഗ്രഹങ്ങളിൽ നിന്ന് നമ്മെ മുക്തമാക്കാൻ നമുക്ക് സ്വയം ഒരു കരുത്ത് കിട്ടും. അതെല്ലാ അനുഷ്ഠാന കർമ്മങ്ങളിലും കിട്ടുന്നതാണ്. അള്ളാഹിനെ കുറിച്ച് നമുക്ക് ഓർക്കാനുള്ള ഒരു ബോധം കിട്ടും, ഒരു കരുത്ത് കിട്ടും. പടച്ചോനെ ഓർക്കും നമ്മൾ. റമദാനിൽ നമ്മൾ സാധാരണയിൽ ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ പടച്ചോനെ ഓർത്തില്ലേ? എന്താ കാര്യം? പട്ടിണിയാണെന്ന് നമുക്ക് തന്നെ ബോധമുണ്ട്. ആ ബോധം നമ്മളിൽ ഉണ്ടാക്കിയത് പടച്ചോനെ കുറിച്ചുള്ള ഓർമ്മയാണ്. ആ ഓർമ്മ കൊണ്ടാണ് പലതും നമ്മൾ ചെയ്യാതിരുന്നത്. അതാണ് ഞാൻ ഒരു സ്പിരിച്വൽ റീജൻ എന്ന് പറഞ്ഞത്. ഒരു ആത്മീയ മണ്ഡലത്തിലാണ് നമ്മൾ 30 ദിവസം ജീവിച്ചത്. അത്തരമൊരു മാഗ്നറ്റിക് ഫീൽഡ് പോലെ, ഒരു കാന്തിക വലയം പോലെ ഈ ആത്മീയമായ ഒരു അന്തരീക്ഷം നമ്മുടെ പള്ളികളിലും നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ വീടുകളിലും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് പോവേണ്. പക്ഷെ ഇത് പോയാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? തഖ്വ കൈവിടാൻ പാടില്ല. അപ്പം നമ്മൾ ആരാധനകളെ ബോധപൂർവം സമീപിക്കണം. അപ്പം നമ്മൾ തഖ്വ കൈവിട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം നോമ്പൊരു ചടങ്ങായിരുന്നു, നോമ്പിൽ നിന്ന് നമ്മളൊന്നും നേടിയിട്ടില്ല എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് നമ്മൾ ആവർത്തിച്ച് ഞാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും പറയുന്നത്, അനുഷ്ഠാന കർമ്മങ്ങളെ ചടങ്ങായി കാണരുത്. അനുഷ്ഠാന കർമ്മങ്ങളെ ജീവിതത്തിൽ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ദൈവികമായ പദ്ധതിയാണത്. ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. ആ ഒരു ബോധം നമ്മളെ നയിക്കണം. അതിനപ്പുറം അത് പ്രതിഫലത്തിനുള്ളതാണ്,
അത് ഫർളിൽ നിന്ന് ഒഴിവാകാനുള്ളതാണ് എന്ന ചിന്ത നമ്മളെ ഭരിക്കരുത്. നമ്മുടെ ജീവിതത്തെ ആമൂലാഗ്രം സമഗ്രമായി നന്നാക്കാനുള്ള ഒരു പദ്ധതിയാണത്. അത് നന്നാവണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വേണം. ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാക്കാനുള്ളതാണ് ഈ ആരാധനാ കർമ്മങ്ങൾ, അനുഷ്ഠാന കർമ്മങ്ങൾ, പ്രത്യേകിച്ച് നമസ്കാരം. അത് ലൈവായി നമ്മളിൽ നിർത്തും. പടച്ചവൻ, അവൻ്റെ വിധിവിലക്കുകൾ, അവൻ നാളെ വിചാരണ ചെയ്യുന്ന രംഗങ്ങൾ, കണക്ക് പറയേണ്ടി വരുന്ന കാര്യങ്ങൾ, ഇതേക്കുറിച്ച് നമ്മളിൽ ഓർമ്മ സജീവമായി നിലനിർത്താനുള്ളതാണ് എസ്പെഷ്യലി നമസ്കാരം. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ ഇതൊക്കെ വയലേറ്റ് ചെയ്താണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനർത്ഥം ഈ 30 ദിവസം കൊടും വെയിലിൻ്റെ കരുണ പറ്റിയ ചൂടേറ്റ് നമ്മൾ നോമ്പെടുത്തിട്ടും നമ്മളൊന്നും ആർജിച്ചിട്ടില്ല എന്നാണ് അതിനർത്ഥം. ഇതൊക്കെ ഒരു തമാശയായിരുന്നു എന്ന ഒരു രൂപത്തിലാകും. അങ്ങനെ ആകരുത്. ജീവിതത്തിൽ എന്ത് ചെയ്യുക? ഫത്തഖുല്ലാഹ മസ്തതഅ്തും, പരമാവധി നമ്മൾ തഖ്വ പാലിക്കുക. കഴിയാവുന്നിടത്തോളം തഖ്വ പാലിച്ച് ജീവിക്കുക. പിന്നെ വരുന്ന വീഴ്ചകൾ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞതുപോലെ മനുഷ്യനെ അള്ളാഹു ദുർബലനായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ദൗർബല്യമൊക്കെ നമ്മളിൽ പ്രകടമാകും. അത് ആ നിലക്കേ നമ്മൾ നോക്കി കാണാൻ പാടുള്ളൂ. പക്ഷെ അതിൻ്റെ മറവിൽ എന്താ വരുത്? നമ്മൾ എന്ത് ചെയ്യരുത്? വ്യാമോഹം വെച്ച് പുലർത്തരുത്. ഇതൊക്കെ അല്ല പുറത്തു വരും എന്ന് പറയുന്ന ഒരു വ്യാമോഹം വെച്ച് പുലർത്തുന്ന ആളുകളെ പോലെ ആകരുത്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ലൈസ ബി അമാനിക്കും വലാ അമാനി അഹ്ലിൽ കിതാബ്, നിങ്ങളുടെ വ്യാമോഹം പോലെയൊന്നുമല്ല കാര്യങ്ങൾ. അഹ്ലുൽ കിതാബുകാരുടെ വ്യാമോഹം പോലെയല്ല കാര്യങ്ങൾ. വമൻ യഅമൽ സൂഅൻ, അക്രമം പ്രവർത്തിച്ച അതാരാണെങ്കിലും അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്നല്ല പറഞ്ഞ് വളരെ കൃത്യമാണ്. അതുപോലെ തന്നെ നമ്മൾ എന്താകരുത്? ഇസ്ലാമിലെ കുറേ നിയമങ്ങൾ സ്വീകരിക്കുക, പിന്നെ കുറേ നിയമങ്ങൾ നമ്മുടെ സൗകര്യം പോലെ വേണ്ടാന്ന് വയ്ക്കുക. ഈ പണി ചെയ്യരുത്. അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അഫതുമിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്. അവർ അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ ചിലത് സ്വീകരിക്കും, ചിലത് സ്വീകരിക്കൂല. ഈ സ്വീകരിക്കുന്നതും സ്വീകരിക്കാതിരിക്കുന്നതും ഒക്കെ പല കാരണങ്ങളാലാണ്. ചിലപ്പോൾ സാമ്പത്തിക കാരണങ്ങളുണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളുണ്ടാകും. ആ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മളിത് സ്വീകരിക്കുന്നതും തിരസ്കരിക്കുന്നതും ഒക്കെ. നമ്മൾ ഒരിക്കലും അങ്ങനെ ആകരുത്. അള്ളാഹ്ക്ക് അങ്ങേയറ്റം വെറുപ്പുള്ള ഒരു കാര്യമാണത്. പ്രലോഭനം കൊണ്ട് ചിലപ്പോൾ ആവും, പ്രകോപനം കൊണ്ട് നമ്മളാകും. ചിലപ്പോൾ പെട്ടെന്ന്, ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞല്ലോ, പെട്ടെന്ന് പ്രകോപനം കൊണ്ട് ചിലപ്പോൾ ചെയ്യാൻ പാടില്ലാത്തത് ചില ചെയ്തു പോകും, പറയാൻ പാടില്ലാത്ത ചിലപ്പോൾ പറഞ്ഞു പോകും. പ്രലോഭനം കൊണ്ടും ചിലപ്പോൾ നമ്മൾ ചെയ്തു പോകും. ഇത് ചെയ്ത ഉടനെ തന്നെ തെറ്റാണെന്ന് മനസ്സിലായി അത് തിരുത്തുക. അതല്ലാതെ ബോധപൂർവമായ ഒരു സമീപനം അത്തരം വിഷയങ്ങളിൽ എടുത്തിട്ട് ഇത് ചെയ്യാതെ കുഴപ്പമില്ല, ഇനി പിന്നെ റമദാൻ ഇനിയും വരുമല്ലോ, അപ്പം നമുക്ക് ഇനിയും പറയാലോ പഠിച്ചവനോട് എന്ന ഒരു തരം വ്യാമോഹത്തിൽ നമ്മൾ അകപ്പെട്ട് നടക്കരുത്. അത് ബുദ്ധിശൂന്യതയാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഇസ്ലാമിലേക്ക് പരമാവധി നമ്മൾ പൂർണ്ണമായി പ്രവേശിക്കണം. നമ്മുടെ സമൂഹത്തിലെ നല്ലൊരു ശതമാനം ആളുകളും ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് പ്രവേശിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ ജീവിതത്തിൽ കുറേ നിയമങ്ങൾ അനുസരിക്കും, പിന്നെ കുറേ നിയമങ്ങൾ അനുസരിക്കൂല. അനുസരിക്കാൻ എളുപ്പമുള്ളതൊക്കെ അനുസരിക്കും. ഇപ്പം ആരാധനാ കർമ്മങ്ങൾ എന്നൊക്കെ പറയുന്നത് അനുസരിക്കാൻ എളുപ്പമാണ്, കാരണം പ്രത്യേകിച്ച് വേറെ നഷ്ടമൊന്നും വരാനില്ല. അതുകൊണ്ട് നമ്മൾ അതൊക്കെ അനുസരിക്കും. അതല്ലാത്ത കുറച്ച് റിസ്ക്കുള്ള കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. മാന്യമായി സംസാരിക്കുക. പറഞ്ഞു പോയിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ 3-4 ഖുത്ബകളിലായിട്ട് പറഞ്ഞ സംഗതികളുടെ ഒരു സമ്മറിയാണ് ഞാൻ പറയുന്നത്, ഒരു ചുരുക്കമാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞു പോയിട്ടുള്ളതാണ്. മാന്യമായി സംസാരിക്കുക, മാന്യമായ ഇടപാടുകൾ നടത്തുക. നമ്മളെപ്പോഴും പറയുന്നത് പോലെ നേരും നെറിവുമുള്ള ജീവിതത്തിലൂടെ, നേരും നെറിവുമുള്ള പെരുമാറ്റത്തിലൂടെ സ്വന്തം ജീവിതത്തെ നമ്മളൊരു പ്രബോധനമാക്കി മാറ്റുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്വന്തം ജീവിതത്തെ നമ്മൾ ഒരു പ്രബോധനമാക്കി മാറ്റണം. പ്രത്യേകിച്ച് പുതിയ കാലത്ത് നമുക്കെതിരെ വലിയ തോതിലുള്ള വെറുപ്പുൽപ്പാദിപ്പിക്കാനുള്ള ശ്രമങ്ങൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യവുമില്ലാത്ത സംഗതികൾ, കേരള സ്റ്റോറി അടക്കം പ്രദർശിപ്പിക്കാനുള്ള ശക്തമായ ശ്രമങ്ങൾ. എന്തിന്? ഒറ്റ കാര്യമേ ഉള്ളൂ, മുസ്ലിങ്ങളെ ഈ സന്ദർഭത്തിൽ മുസ്ലിങ്ങളോട് വെറുപ്പുണ്ടാക്കണം, എന്നിട്ട് അത് വോട്ടാക്കി മാറ്റണം. ആ ഒറ്റ ലക്ഷ്യമേ അതിൻ്റെ പുറകിലുള്ളൂ, ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. മണിപ്പൂർ നടന്ന് അതിവിടെ സ്റ്റോറി ആരെങ്കിലും ആക്കിയോ? അത് സ്റ്റോറിയാക്കിയോ? ഈ ലവ് ജിഹാദിനേക്കാൾ വളരെ ഗുരുതരമല്ലേ മണിപ്പൂർ നടന്നത്? എന്നിട്ട് മണിപ്പൂർ നടന്ന് സ്റ്റോറിയാക്കി ഇവിടെ കൊണ്ടുവന്നാണ്. പുതിയത് വന്നിട്ടുണ്ട്, മണിപ്പൂർ സ്റ്റോറി ഇറങ്ങിയിട്ടുണ്ട്, ബദലായിട്ട് മണിപ്പൂർ സ്റ്റോറി ഇറങ്ങിയിട്ടുണ്ട്. ഈ അവതരിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത ആ
സമൂഹത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ പറയുന്നത്. ഇത് കണ്ടിട്ട് കുട്ടികൾ ചോദിക്കുന്നു, ഇങ്ങനത്തെ ഒരു കേരളം ഞങ്ങൾക്ക് ഫെമിലിയർ അല്ലല്ലോ, ഇത്തരം ഒരു കേരളം ഞങ്ങൾക്ക് പരിചയമില്ലല്ലോ, ഈ കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നില്ലല്ലോ, പിന്നെ ഏത് കേരളത്തെക്കുറിച്ചാണ് ഇപ്പം ഇതിനകത്ത് പറയുന്നത് എന്ന് കുട്ടികൾ തന്നെ ചോദിക്കുന്നു എന്ന് ഉത്തരവാദിത്തപ്പെട്ട പുരോഹിതന്മാർ തന്നെ പറയുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെയാണെങ്കിലും അതൊന്നും നിയന്ത്രിക്കാൻ ഒരു പരിധിവരെയൊക്കെ നമുക്ക് സാധിക്കുള്ളൂ. അതിനപ്പുറം നടത്തേണ്ടവർ അതൊക്കെ നല്ല രൂപത്തിൽ അത് നടത്തും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ പ്രതിരോധിക്കാനുള്ള നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ഉത്തമവും ഉദാത്തവുമായ ടൂള് എന്ന് പറയുന്നത് നമ്മൾ നേരും നെറിവുമുള്ള പെരുമാറ്റത്തിലൂടെ ജീവിതത്തെ ഒരു പ്രബോധനമാക്കുക എന്നതാണ്. ഈ കാലവും ഈ ലോകമൊക്കെ നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിനക്കത് പറ്റുമോ എന്നാണ്. നിങ്ങൾക്കത് പറ്റുമോ? തെറ്റിദ്ധരിപ്പിക്കാതെ, ആളുകളെ ഇസ്ലാമിനെ കുറിച്ച് ഒരു മോശമായ അഭിപ്രായം ആളുകളെ കൊണ്ട് ഉണ്ടാക്കാതെ നമ്മുടെ ജീവിതത്തെ സത്യശുദ്ധമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. എങ്കിലാണ് നമുക്ക് നാളെ പരലോകത്ത് പടച്ച തമ്പുരാൻ്റെ മുൻപിൽ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. നമ്മൾ ഇതിലൊക്കെ അടിയുറച്ച് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതാണ്. അതിനകത്തൊക്കെ ചിലർ നഷ്ടങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് വരുമായിരിക്കാം, എന്നാലും നമ്മൾ അത് തന്നെയാണ് ചെയ്യേണ്ടത്. അല്ല ഇതൊക്കെ ഇപ്പം ഇത്രയും ദിവസം നമ്മൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇതൊക്കെ നശിപ്പിച്ച് കളയുന്ന പണി നമ്മൾ ചെയ്യരുത്. അതാണ് ഞാൻ ആമുഖത്തിൽ ഓതി വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വേദഗ്രന്ഥത്തിൻ്റെ 16-ാം അധ്യായം, തേനീച്ച എന്ന് മലയാളത്തിൽ പറയാൻ കഴിയുന്ന സൂറത്തു നഹ്ലിലെ 92-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പെണ്ണിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ആ പെണ്ണിനെ പോലെ നിങ്ങൾ ആകരുത്. വലാ തകൂനു കല്ലത്തി നഖലത് അസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. ആ പെണ്ണിനെ പോലെ നിങ്ങൾ ആകരുത്. ആ പെണ്ണെന്താ ചെയ്തത്? പെണ്ണെന്ത് വിവരക്കേടാ, എന്ത് മണ്ടത്തര പെണ്ണ് കാണിച്ചത്? ആ പെണ്ണ് കാലത്ത് മുതൽ അവളുടെ ശക്തി കൊണ്ട് നൂല് പിരിച്ച് നൂലുണ്ടാക്കി വലിയ തോതിൽ അത് ചെയ്യും. അവളുടെ സ്വന്തം കരുത്തുകൊണ്ട് എന്നിട്ട് ഉണ്ടാക്കിയതിനു ശേഷം വൈകുന്നേരം എന്ത് ചെയ്യും? അതൊക്കെ ഇഴവിരിച്ച് ഉടച്ചു കളയും. ഈ പെണ്ണിനെ പോലെ നിങ്ങളാകരുത്. ഇത് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ഭാഷ്യമാണ്. ഇതിൻ്റെ കേരളീയ ഭാഷ്യങ്ങളുണ്ട്. നമുക്ക് കേരളീയ ഭാഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അതിലൊന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരും, എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ കലടച്ച് കാട്ടിക്കളയും എന്ന് പറഞ്ഞ പരിപാടിയായി പോകരുത് നമ്മുടെ ഈ റമദാൻ. കഴിഞ്ഞ റമദാൻ എല്ലാം ചെയ്ത്, എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർക്കോ ഒക്കെ കൊടുത്ത് വല്ലവരുടെയൊക്കെ അക്കൗണ്ടിലേക്ക് പോയി, പിന്നെ അത് കൂടാതെ തക്കവയും പാലിച്ചില്ല, സൂക്ഷ്മതയും പാലിച്ചില്ല. ഒരു ജീവിതം നയിക്കുന്നതിലൂടെ സംഭവിക്കുന്നത് ഈ പെണ്ണ് കാണിച്ച പണിയായിരിക്കും സംഭവിക്കുക. പിന്നെ സാധാരണ നമ്മൾ പറയാറില്ലേ, നാറാണത്ത് ഭ്രാന്തൻ നമ്മൾ പറയാറില്ലേ, അതും അതിൻ്റെ കേരളീയമായ ഒരു വെർഷനാണ്. കല്ല് വല്ലാണ്ട് താഴേന്ന് ഉരുട്ടി മോളി കയറിയതിന് ശേഷം മോളി കയറ്റിയ കല്ല് കൈവിട്ട് താഴോട്ട് കളയുക, എന്നിട്ട് പൊട്ടിച്ചിരിക്കുക. ഇതൊരു ഭ്രാന്തൻ്റെ പണിയാണ്. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് പൊരി വെയിലത്ത് ഉറക്കം നഷ്ടപ്പെട്ട് വിശപ്പും ദാഹവും സഹിച്ച് ഒരുപാട് സംഗതികൾ, നന്മയുടെ ഒരു വലിയ കോംപ്ലക്സ് നമ്മൾ കെട്ടിപ്പൊക്കി, ഒരു സമുച്ചയം നമ്മൾ പണിതീർത്തു. അതിനുശേഷം ശവ്വാൽ 1 മുതൽ നമ്മൾ അത് പതുക്കെ പതുക്കെ താഴോട്ടിടാൻ തുടങ്ങിയാൽ ഇതേ ഭ്രാന്തം പണിയാണ് നമ്മളും ചെയ്യുന്നത്. ആ പെണ്ണ് കാലത്ത് മുതൽ നൂല് പിരിച്ചുണ്ടാക്കി, വൈകുന്നേരം അവൾ അതെല്ലാം ഇഴവിരിച്ച് കളഞ്ഞ് നശിപ്പിച്ചു കളഞ്ഞു. ഇതുപോലെ നമ്മളായി പോകാതെ സൂക്ഷിക്കണം. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം മരണം ഏത് സമയത്തും നമ്മെ പിടികൂടും. നമുക്കറിയാം, ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിൽ ട്രാജഡി വരും. അത് അപകടമായിട്ടാകാം, അത് രോഗമായിട്ടാകാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലുള്ള ദുരന്തങ്ങളായിട്ടാവാം നമ്മുടെ ജീവിതത്തിലേക്ക് ട്രാജഡി കടന്നു വരുന്നത്. അപ്പം അതുകൊണ്ട് എപ്പോൾ ട്രാജഡി കടന്നു വന്നാലും ഒരു പരിധിവരെ സത്യശുദ്ധമായ ജീവിതം നയിച്ചവനെ സംബന്ധിച്ചിടത്തോളം അവന് വല്ലാണ്ട് ദുഃഖിക്കേണ്ടി വരില്ല. അതേസമയം അതിരും കോലുമില്ലാതെ നമ്മൾ ജീവിച്ചാൽ, അള്ളാഹുവിനെ കണ്ണ് കെട്ടാനുള്ള ശ്രമം നമ്മൾ നടത്തിയാൽ, ബോധപൂർവം ശ്രമം നമ്മൾ നടത്തിയാൽ, അത്തരം സന്ദർഭങ്ങളിലെല്ലാം നമ്മൾക്ക് ഈ ജീവിതത്തോട് വിട പറയേണ്ടി വരുന്നു എന്ന് വന്നാൽ വളരെ അപകടകരമായ ഒരു പരിണിതിയായിരിക്കും നമുക്കുണ്ടാവുക ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ പരമാവധി സൂക്ഷ്മത പാലിച്ച്, ആവർത്തിച്ച് ഞാൻ പറയുന്നു, നേരും നെറിവുമുള്ള പെരുമാറ്റത്തിലൂടെ ജീവിതത്തെ ഒരു പ്രബോധനമാക്കി ആവുന്നിടത്തോളം കാലം
തങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നന്മകൾ ചെയ്ത് പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചാമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൽ നേടിയെടുത്ത പുണ്യങ്ങൾ നഷ്ടപ്പെടാതെ മരണം വരെ കാത്തു സൂക്ഷിക്കാനുള്ള തൗഫീക്ക് നൽകി റഹ്മുർ-റഹീമിനായ റബ്ബ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിൽ പ്രയാസം അനുഭവിക്കുന്ന ഗസയിലെ നിവാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ധൈര്യവും മനസ്സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നല്ല ഭരണാധികാരികളെ നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.